ഷലോം ആൻഡ് ബ്ലെസ്സിങ്സ് എവ്രി വൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഹീബ്രു അക്ഷരമാലയിലെ 7-ാമത്തെ അക്ഷരമായ സൈനും 8-ാമത്തെ അക്ഷരമായ കെത്ത് എന്ന അക്ഷരത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചിത്രത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 7-ാമത്തെ അക്ഷരമാണ് സൈൻ. സൈൻ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്ലോ, വെപ്പൺ, കട്ട് ഓഫ് എന്നിവയൊക്കെയാണ്. സൈൻ എന്ന അക്ഷരം ഒരു ആയുധം അല്ലെങ്കിൽ കഴിയുടെ രൂപത്തിലാണ്. ആഴത്തിൽ പറിച്ചു നീക്കുക, മുറിച്ചു മാറ്റുക, വേർതിരിക്കുക എന്നീ പ്രവർത്തനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. സൈൻ എന്ന അക്ഷരത്തിൻ്റെ പിക്ടോഗ്രാഫ് ഒരു പ്ലോയുടെ രൂപത്തിലാണ്. പ്ലോ മലയാളത്തിൽ കഴ എന്ന് പറയും. അതായത് നിലം ഉഴുതു മാറ്റുന്ന ഉപകരണമാണിത്. സൈൻ എന്ന അക്ഷരത്തിൻ്റെ മൂല്യം 7 ആണ്. 7-ാമത്തെ ഹീബ്രു അക്ഷരമാണ്. സൈൻ അക്ഷരത്തിൽ നിന്നാണ് ഗ്രീക്ക് അക്ഷരം സിറ്റ ഉത്ഭവിച്ചത്. അതിൽ നിന്നാണ് റോമൻ ലിപിയുടെ ഇസഡ് വന്നത്. പിന്നീട് അത് ഇംഗ്ലീഷ് അക്ഷരമായ ഇസഡായി മാറി. പ്രാചീന കാലത്തെ ഹീബ്രു അക്ഷരം സൈൻ കഴയുടെ രൂപത്തിലായിരുന്നു, അതായത് നിലം ഉഴുതുമറിയുന്ന ഉപകരണം. പിന്നീട് അത് മിഡിൽ ഹീബ്രു വെപ്പൺ ആയി കാണാം, ഏതെങ്കിലും ഒരു ആയുധത്തിൻ്റെ ലളിതമായൊരു രൂപം. ലേറ്റ് ഹീബ്രുവിൽ ചെറിയ മാറ്റങ്ങൾ വന്നതോടെ സൈൻ അക്ഷരം കൂടുതൽ ലളിതമായി. മോഡേൺ ഹീബ്രുവിൽ പിന്നീട് പ്രിൻറ്റഡ് ഫോമായിട്ടുള്ള ഇന്ന് കാണുന്ന സൈൻ രൂപത്തിലേക്കായി മാറി. സൈൻ എന്ന അക്ഷരത്തിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ഇവിടെ കാണുന്ന കെത്ത് എന്ന 8-ാമത്തെ ഹീബ്രു അക്ഷരമാണ്. പ്രാചീന കാലത്ത് ഈ അക്ഷരം ഒരു മതിലിനെയോ വേലിയോ സൂചിപ്പിച്ച് കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. വോൾ, ഫെൻസ്, സെപ്പറേഷൻ, മതിൽ, വേലി, വേർതിരിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട്. മറ്റവയിൽ നിന്നും വേർതിരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മതിൽ ഉപയോഗിക്കുന്നത് പോലെ ചുറ്റും വേലി കൊണ്ട് സുരക്ഷ നൽകുക എന്ന ആശയമാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള വേർതിരിക്കൽ അല്ലെങ്കിൽ സംരക്ഷണ മതിൽ എന്നീ ആത്മീയ ആശയവും സൂചിപ്പിക്കുന്നു. പ്രോട്ടോ സിനേറ്റിക് കാലഘട്ടത്തിൽ ഇത് 3 വരകളുള്ള ഒരു വേലിയുടെ രൂപത്തിലായിരുന്നു. ക്രമേണ കാലം പോകുമ്പോൾ അത് ഇപ്പോൾ ആധുനിക രൂപത്തിലേക്ക് മാറി. കെത്ത് എന്ന അക്ഷരം സംഖ്യ 8-നെ സൂചിപ്പിക്കുന്നു. പാലിയോ ഹീബ്രു ലിപിയിൽ ഹേ എന്ന അക്ഷരത്തിലേക്ക് ഒരു വെർട്ടിക്കൽ സ്ട്രോക്ക് കൂട്ടിച്ചേർത്ത് കെത്ത് ഉണ്ടാക്കിയതായി പറയുന്നു. അതായത് ഹേയുടെ പരിണാമമാണ് കെത്ത് രൂപപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഈ ചിത്രം ഹീബ്രു അക്ഷരമായ കെത്തിൻ്റെ ചരിത്രപരമായ രൂപപരിണാമമാണ്. ആദ്യ കാലഘട്ടത്തിൽ 2 പരസ്പരം കിടക്കുന്ന വരകളും അവയെ ബന്ധിപ്പിക്കുന്ന 3 വരകളും ചേർന്ന രൂപമായിരുന്നു. ഇത് തടസ്സം, വേർതിരിക്കൽ, സംരക്ഷണം തുടങ്ങിയ ആശയങ്ങളെ പ്രതിപാദിക്കുന്നു. തുടർന്ന് അതിൻ്റെ രൂപം അല്പം ചുരുക്കപ്പെട്ട് ഇടയിലുള്ള കവാടം കൂടുതൽ വ്യക്തമായിട്ട് കാണിക്കുന്ന പോലെയായിരുന്നു. പിന്നീട് അവസാന കാലത്ത് കൂടുതൽ ലളിതമാക്കിയ ഒരു ചിഹ്നം മുകളിൽ വരയെ ചുറ്റി ഒരു എച്ച് രൂപം പോലെയുള്ള രൂപമാക്കി. മോഡേൺ ഹീബ്രു ലിപിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന കെത്ത് രൂപമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ കെത്തും സൈനും എന്ന 2 അക്ഷരത്തിന് ചെറിയൊരു വിശദീകരണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഷലോം. താങ്ക്സ് ഫോർ വാച്ചിങ്.